മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുക എന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമാണ്, വോട്ട് പരമാവധി സമാഹരിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനകത്തുള്ളത് എന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാണ്. അതിന് ഹർഷം പറഞ്ഞ കാരണങ്ങളോടൊപ്പം തന്നെ അതായത് BJPയുടെയും AIADMKയുടെയും വോട്ട് ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് അവർ രണ്ടുപേരെയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ശത്രുവാണ് BJP എന്നൊക്കെ പറയുമ്പോഴും ഈ ഹിന്ദുത്വ പ്രശ്നത്തിൽ തൊടാതിരിക്കാനുള്ള അതിജാഗ്രത അദ്ദേഹം കാണിക്കുന്നു. സെങ്കോട്ടയ്യനെ കൊണ്ടുവന്നിട്ട് സെങ്കോട്ടയ്യൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിട്ടുള്ള വിജയമംഗലം എന്നാണെന്ന് തോന്നുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അതിനടുത്താണ് ഈ റോഡ്. അപ്പോൾ ഏതാണ്ട് സെങ്കോട്ടയ്യൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രത്തിനടുത്ത് തന്നെയാണ് ഈ പരിപാടി നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ AIADMK ഇങ്ങോട്ട്, അതായത് AIADMKയുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ള മാത്രമല്ല, AIADMKയുടെ അണികളെ തന്നെയും ഇങ്ങോട്ട് പിടിച്ചെടുക്കുക, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണല്ലോ, അത് അങ്ങനെ പിടിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന BJPയോട് ഇതിന് ശേഷം വേണമെങ്കിൽ കൂട്ടണി അല്ലെങ്കിൽ കൂട്ടുചേരാം എന്ന സാധ്യത അവിടെ വെക്കുക. അതിന് പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കൂടെ വന്ന് വോട്ട് ചെയ്യാവുന്നൊരു പാർട്ടിയാണ് എൻ്റേത് എന്ന സൂചന DMK അല്ലാത്ത എല്ലാ കക്ഷികൾക്കും നൽകുന്ന ഒരു സംഗതിയായി മാറി. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന കരൂരൊക്കെ നമ്മളങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ പറയുകയാണെങ്കിൽ ശരിയല്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കരൂര് കുറെ കൂടെ കരുത്ത് കൂട്ടുകയാണ് ചെയ്തത് എന്ന തോന്നലുണ്ടാക്കുന്ന വിധമാണ് ഇന്നിപ്പോൾ അവിടെ ആൾ വന്ന് ചേർന്നിരുന്നത്. കാരണം കുറെ കൂടെ സുഘടിതമായ കാര്യങ്ങൾ ഈ സംഭവത്തിന് ശേഷം പോലും ഇത്രമാത്രം ആളുകൾ വരും എന്ന തോന്നലുണ്ടാക്കി. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പ്രസംഗമായിരുന്നു. അതായത് വളരെ യൂത്ത്ഫുൾ എനർജിയോടുകൂടി വളരെ പവർഫുള്ളായിട്ട് പ്രസംഗിക്കുകയായിരുന്നു. ഈ കരൂർ സംഭവത്തിന് മുമ്പ് നടന്ന ആദ്യ റാലിയിൽ എന്ന പോലെ തന്നെ അതിശക്തമായിട്ട് DMKയും സ്റ്റാലിനെയും പേരെടുത്ത് പറഞ്ഞു തന്നെയും എതിർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെയാണ് കാണുന്നത്. അതിനിടയിലുണ്ടായ കരൂർ സംഭവം പോലൊന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ആകെ കുലുങ്ങിപ്പോയേനെ എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ അവിടെ അദ്ദേഹത്തിനൊരു കരുത്ത് കൂടുകയാണ് ചെയ്തത് എന്ന തോന്നലുണ്ടാക്കുന്ന വിധമാണ് ഇപ്പോൾ വിജയ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഞാൻ വിചാരിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്നൊരു കാര്യം, DMKക്ക് ഇതൊരു നിസ്സാര സംഗതിയാണ് എന്ന് കണ്ട് തട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഒന്നുകൂടെ ഇന്നത്തെ റാലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.